നമസ്കാരം. +2 സുവോളജി ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു വീഡിയോ സെഗ്മെൻറ്റിലേക്ക് ഞാൻ എല്ലാ സ്റ്റുഡൻസിനെയും സ്വാഗതം ചെയ്യുന്നു. +2 സുവോളജിയിലെ ആദ്യ ചാപ്റ്ററായ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണ പബ്ലിക് എക്സാമിനും നമ്മുടെ ടേം എക്സാമിനുകൾക്കും ഒക്കെ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇനി ചോദിക്കുവാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകളാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ചോദ്യം ഉത്തരത്തിലേക്കും പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വൈ ഡസ് ടെസ്റ്റിസ് ആർ ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ അബ്ഡമിനൽ ക്യാവിറ്റി ഇൻ സ്ക്രോട്ടം സാക്ക് ഇൻസ്റ്റെഡ് ഓഫ് പ്ലേസിങ് അബ്ഡമിനൽ ക്യാവിറ്റി? അതായത് എന്തുകൊണ്ടാണ് ടെസ്റ്റിസ് അബ്ഡമിനൽ ക്യാവിറ്റിക്ക് പുറത്ത് ഒരു സ്ക്രോട്ടം സാക്കിൽ വച്ചിട്ടുള്ളത്? ആൻസർ വളരെ സിമ്പിളാണ്. കാര്യം നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. പക്ഷേ സ്പേം പ്രൊഡക്ഷൻ്റെ കൺവീനിയൻറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വെറും 34.5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ടെസ്റ്റിസ് വയറ്റിനുള്ളിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ അവിടെ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് തന്നെ അനുഭവപ്പെട്ടേനെ. എന്നാൽ സ്പേം പ്രൊഡക്ഷൻ പറയുന്നത്ര കാര്യക്ഷമമായി നടക്കത്തില്ല. അതുകൊണ്ടാണ് ഈ ടെസ്റ്റിസിനെ നമ്മൾ അബ്ഡമിനൽ ക്യാവിറ്റിക്ക് പുറത്ത് ശരീരത്തിൻ്റെ പുറം ഭാഗത്ത് സ്ക്രോട്ടം സാക്ക് എന്നറിയപ്പെടുന്ന ഒരു സഞ്ചിയിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. ആൻസർ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ കൺവീനിയൻറ്റ് ടെമ്പറേച്ചർ ഫോർ സ്പേം പ്രൊഡക്ഷൻ ഈസ് 34.5 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. വെൻ ടെസ്റ്റിസ് ആർ ലൊക്കേറ്റഡ് ഇൻ അബ്ഡമിനൽ ക്യാവിറ്റി, ദിസ് 34.5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് cannot be maintained because our body temperature is 37 degree centigrade. So scrotum sac is the best place for maintaining this favorable temperature. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാട്ട് ഈസ് ഇൻഗ്വിനൽ ഹെർണിയ? ഇൻഗ്വിനൽ ഹെർണിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഗ്വിനൽ ഹെർണിയ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഈ അബ്ഡമിനൽ ക്യാവിറ്റിക്ക് അകത്താണ് ടെസ്റ്റിസ് ഫോം ചെയ്യുന്നതെന്നുള്ളതും അതിനുശേഷം 8ാമത്തെ മാസത്തിലോ അല്ലെങ്കിൽ അതിനുശേഷം പ്രസവ സമയത്തോ ആണ് ഈ ടെസ്റ്റിസ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അതായത് സ്ക്രോട്ടം സഞ്ചിയിലേക്ക് താഴ്ന്നു വരുന്നത്. ആ വരുന്ന കനാലിനെ വിളിക്കുന്ന പേരാണ് ഇൻഗ്വിനൽ കനാൽ. ആ ഇൻഗ്വിനൽ കനാലിൽ കൂടി ചില ആൾക്കാർക്ക് നമ്മുടെ വൻകുടലിൻ്റെ ഏതെങ്കിലും ഭാഗം പുറത്തേക്ക് തള്ളി വരും, സ്ക്രോട്ടം സഞ്ചിയിലേക്ക് തള്ളി വരും. നല്ല വേദനയും ഒക്കെ, അതായത് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ നല്ല വേദന അനുഭവപ്പെടുന്ന ഒരു അസുഖമാണ് ഇൻഗ്വിനൽ ഹെർണിയ. അപ്പോൾ നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. ദ പ്രൊട്രൂഡിങ് ഓഫ് പാർട്ട് ഓഫ് large intestine into the scrotum through the inguinal canal is called inguinal hernia. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ക്രിപ്റ്റോർക്കിഡിസം? ക്രിപ്റ്റോർക്കിഡിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു അസുഖമാണ്. നമുക്ക് ആൻസറിലേക്ക് പോകാം. ക്രിപ്റ്റോർക്കിഡിസം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ടെസ്റ്റിസ് ഫോം ചെയ്യുന്നത് ഒരു കുഞ്ഞിൻ്റെ അബ്ഡമിനൽ ക്യാവിറ്റിക്കകത്താണ്. പ്രഗ്നൻസിയുടെ 8ാമത്തെ മാസത്തിലോ അല്ലെങ്കിൽ പ്രസവ സമയത്തോ ആണ് ഇത് ഇൻഗ്വിനൽ കനാലിലൂടെ താഴേക്ക് താന്ന് നമ്മൾ സ്ക്രോട്ടം സഞ്ചിയിലേക്ക് എത്തുന്നത്. പക്ഷേ അപൂർവം ചില കുട്ടികളിൽ ഇങ്ങനെ സ്ക്രോട്ടം സഞ്ചിയിലേക്ക് ടെസ്റ്റിസ് താഴ്ന്നു വരാതെ ഒന്നുകിൽ അബ്ഡമിനൽ ക്യാവിറ്റിയിൽ തന്നെ ഇരിക്കുകയോ അല്ലെങ്കിൽ ഈ ഇൻഗ്വിനൽ കനാലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുടുങ്ങിപ്പോവുകയോ ചെയ്യും. ഈ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ക്രിപ്റ്റോർക്കിഡിസം. നമുക്ക് ഇനി ആൻസർ ഒന്ന് വായിച്ച് കേൾക്കാം. Usually testes are formed in abdominal cavity and descend into the scrotum during the 8th month stage of pregnancy or at the time of delivery. The undescended testis is called cryptorchidism. ഇനി it may affect the potency of male. കാര്യം അങ്ങനെ താഴ്ന്നു വന്നില്ലെങ്കിൽ, ക്രിപ്റ്റോർക്കിഡിസം ഉള്ള ഒരു കുട്ടിക്ക് അത് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയെ ബാധിക്കാം. ഇനി നാലാമത്തെ ചോദ്യം: വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ടെസ്റ്റിസ്? ടെസ്റ്റിസിന് 2 പ്രധാനപ്പെട്ട ഫംഗ്ഷനുകളാണുള്ളത്. ഒന്ന് സ്പേം പ്രൊഡക്ഷനും രണ്ടാമത്തത് മെയിൽ സെക്സ് ഹോർമോൺ പ്രൊഡക്ഷനും. മെയിൽ സെക്സ് ഹോർമോൺസിനെ പൊതുവിൽ അറിയപ്പെടുന്ന പേരാണ് ആൻഡ്രോജൻസ്. പ്രധാനപ്പെട്ട ഒരു ആൻഡ്രോജനാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഇനി അറേഞ്ച് ദ ആക്സസറി ഡക്ട്സ് ഓഫ് മെയിൽ ഇൻ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ. സാധാരണ നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഈ സീക്വൻഷ്യൽ ഓർഡർ തെറ്റിച്ച് മെയിൽസിൻ്റെ ആക്സസറി ഡക്ട്സ് തന്നിരിക്കും. അതിനെ കറക്റ്റ് ഓർഡറിലേക്ക് ആക്കാൻ പറയും. ആ ഓർഡറിനാണ് നമ്മളിവിടെ ആൻസർ കൊടുത്തിട്ടുള്ളത്. ആദ്യം ടെസ്റ്റിസ് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് ആക്സസറി ഡക്ട്സ് തുടങ്ങുകയാണ്. ഈ ആക്സസറി ഡക്ട്സിൻ്റെ ആരംഭ ഭാഗം അതിനെ വിളിക്കുന്ന പേരാണ് റെറ്റി ടെസ്റ്റിസ്. അത് കഴിഞ്ഞിട്ട് ഉള്ള ഭാഗം ആണ് വാസ എഫറൻഷ്യ എന്നറിയപ്പെടുന്ന ഫൈൻ ട്യൂബ്സ്. അത് കഴിഞ്ഞാൽ ടെമ്പററി സ്റ്റോറേജിന് വേണ്ടി എപ്പിഡിഡിമിസ് എന്ന് പറയുന്ന ഭാഗമുണ്ട്.
ഇനി നീണ്ട ഒരു ട്യൂബാണ്, അതിനെ വിളിക്കുന്ന പേര് വാസ് ഡിഫറൻസ്. ഈ വാസ് ഡിഫറൻസ് യൂറിത്രയുമായി കൂടിച്ചേരുന്ന ആ ഭാഗമാണ് ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്നറിയപ്പെടുന്നത്. ഇനി ഇജാക്കുലേറ്ററി ഡക്റ്റ് കഴിഞ്ഞാൽ അത് യൂറിത്രയുമായി കൂടിച്ചേർന്ന് കോമൺ യൂറിനോജനൈറ്റൽ ഡക്റ്റായി മാറും. അത് പെനിസിൻ്റെ അഗ്രഭാഗത്തുള്ള യൂറിനറി മിയാറ്റസ് എന്ന് പറയുന്ന സുഷിരത്തിൽ അവസാനിക്കും. അപ്പോൾ ഓർഡർ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. റെറ്റി ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡിമിസ്, വാസ് ഡിഫറൻസ്, ഇജാക്കുലേറ്ററി ഡക്റ്റ്, കോമൺ യൂറിനോജനൈറ്റൽ ട്രാക്റ്റ്, യൂറിനറി മിയാറ്റസ്. ആറാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സെർട്ടോളി സെൽസ്? നമ്മൾ ടെസ്റ്റിസിനകത്ത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന അനേകം ട്യൂബ്സ് ഉണ്ട്. ആ ട്യൂബ്സിൻ്റെ അകത്ത് കാണപ്പെടുന്ന പ്രധാനമായിട്ടും 2 സെല്ലുകളാണ്, 2 തരത്തിലുള്ള സെല്ലുകളാണ്. ഒന്നിനെ വിളിക്കുന്ന പേര് സ്പെമാറ്റോഗോണിയം അഥവാ സ്പേം മദർ സെൽ. രണ്ടാമത്തെ സെല്ലിനെ വിളിക്കുന്ന പേര് സെർട്ടോളി സെൽസ് എന്നാണ് വിളിക്കുന്നത്. ഈ സെർട്ടോളി സെൽസിൻ്റെ ഫങ്ഷനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അത് വളരെ സിമ്പിളാണ്. സെർട്ടോളി സെൽസ് വിൽ പ്രൊവൈഡ് നറിഷ്മെൻറ്റ് ടു ദ ഡെവലപ്പിംഗ് സ്പേംസ്. ഡെവലപ്പിംഗ് സ്പേംസിന് നറിഷ്മെൻറ്റ് നൽകുന്നതാണ് സെർട്ടോളി സെൽസിൻ്റെ ഫങ്ഷൻ. വാട്ട് ഈസ് സെമിനിയൽ പ്ലാസ്മ? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സെമിനിയൽ പ്ലാസ്മ? മെയിൽസിൻ്റെ ആക്സസറി ഗ്ലാൻസുകൾ ആയിട്ടുള്ള എ പെയർ ഓഫ് സെമിനിയൽ വെസിക്കിളും സിംഗിൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും എ പെയർ ഓഫ് കൗപ്പേഴ്സ് ഗ്ലാൻഡ് അല്ലെങ്കിൽ ബൾബോ യൂറിത്രൽ ഗ്ലാൻസും പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻസിനെ പൊതുവിൽ വിളിക്കുന്ന പേരാണ് സെമിനിയൽ പ്ലാസ്മ. അതായത് accessory glands include a pair of seminal vesicle, single prostate gland, a pair of Cowper's gland അഥവാ bulbourethral gland. ഇനി the collective secretion of accessory glands is called seminal plasma. ഇനി ഫങ്ഷൻസ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. The secretions of seminal gland provide nourishment and enzymes to the sperms. Explanation ആവശ്യമില്ല. Prostate gland will produce alkaline fluid which neutralize the acidity of vagina. Cowper's gland will produce lubricants which lubricate penis inside the vagina. It provide motility of sperms. സ്പേംസിന് മൂവ് ചെയ്യാനുള്ള ഒരു മോട്ടിലിറ്റി നൽകുന്നതിനുള്ള ഒരു ഫ്ലൂയിഡ് മീഡിയമായിട്ട് ഇത് ആക്ട് ചെയ്യും സെമിനിയൽ പ്ലാസ്മ. ഇറ്റ് ആക്ട് ആസ് എ ട്രാൻസ്പോർട്ടേഷൻ മീഡിയം ഫോർ സ്പേംസ്. സ്പേംസിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ മീഡിയം കൂടിയായിട്ട് സെമിനിയൽ പ്ലാസ്മ ആക്ട് ചെയ്യും. എട്ടാമത്തെ ചോദ്യം ഇതാണ്. പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഹൈമൻ ഈസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമുക്കറിയാം ഹൈമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വജൈനയ്ക്കുള്ളിൽ കാണപ്പെടുന്ന ഒരു പാർഷ്യൽ സ്കിൻ ഫോൾഡിനെ വിളിക്കുന്ന പേരാണ് ഹൈമൻ. ഈ ഹൈമൻ അതായത് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഹൈമൻ ഈസ് നോട്ട് എ റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് വെർജിനിറ്റി. അതായത് ഹൈമൻ ഉണ്ടോ ഇല്ലയോ എന്നത് വെർജിനിറ്റി അഥവാ കന്യകാത്വത്തെ അളക്കുവാനുള്ള ഒരു തോത് അല്ല. ജസ്റ്റിഫൈ എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഹൈമൻ ഈസ് എ പാർഷ്യൽ സ്കിൻ ഫോൾഡ് സീൻ ജസ്റ്റ് ഇൻസൈഡ് ദ വജൈനൽ ഓപ്പണിംഗ്. വജൈനൽ ഓപ്പണിങ്ങിന് തൊട്ട് ഉള്ളിലുള്ള ഒരു പാർഷ്യൽ സ്കിൻ ഫോൾഡിനെ വിളിക്കുന്ന പേരാണ് ഹൈമൻ. It may break and bleed during weight lifting, horse riding, cycling, dancing and first sexual intercourse. അതായത് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന അവസരത്തിലും ഭാരങ്ങൾ ഉയർത്തുന്ന അവസരത്തിലും ഹോഴ്സ് റൈഡ് ചെയ്യുന്ന സമയത്തും സൈക്ലിംഗ് ചെയ്യുമ്പോഴും നല്ല ഒരു വളരെ ആക്റ്റീവായിട്ട് ഡാൻസ് ചെയ്യുന്ന അവസരത്തിലും അതുപോലെ തന്നെ ഫസ്റ്റ് സെക്ഷൽ ഇൻ്റർകോഴ്സിലുമൊക്കെ ഈ ഹൈമൻ ബ്രേക്ക് ചെയ്തിട്ട് ബ്ലീഡ് ചെയ്യാം. പക്ഷേ നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർ അത് മിസ് അവെയർ ചെയ്യും. അവർ വിചാരിക്കും സെക്ഷൽ ഇൻ്റർകോഴ്സിൽ മാത്രമേ ഹൈമൻ ബ്രേക്ക് ചെയ്യുകയും ബ്ലീഡ് ചെയ്യുകയും ഉള്ളൂ. അപ്പോൾ ഒരു പെൺകുട്ടി ഫസ്റ്റ് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഹൈമൻ ബ്രേക്ക് ചെയ്ത് ബ്ലീഡ് ചെയ്തില്ലെങ്കിൽ അപ്പോൾ തന്നെ അവർ വിചാരിക്കും ഷീ ഹാഡ് എ പ്രീ മരൈറ്റൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് എക്സ്പീരിയൻസ്. മാരേജിന് മുമ്പുള്ള ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് സമൂഹം ധരിക്കുകയും that will be leading to family problems and divorce. ഇനി നമുക്ക് ആൻസർ ഒന്ന് വായിച്ചു കേൾക്കാം. ഹൈമൻ ഈസ് എ partial skin fold seen just inside the vaginal opening. It may break and bleed during the weight lifting, horse riding, cycling, dancing, first sexual intercourse, etc. But our society misaware that hymen break and bleed only at the time of first sexual intercourse. Otherwise she had a premarital sexual intercourse experience. So presence or absence of hymen is not a reliable indicator of virginity. ഒൻപതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഹാവ് കോമൺ യൂറിനോജനൈറ്റൽ ട്രാക്ട്. ആർ യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. മെയിൽസിനും ഫീമെയിൽസിനും കോമൺ യൂറിനോജനൈറ്റൽ ട്രാക്റ്റാണ് ഉള്ളത്. നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യുക. കാര്യം നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്ന കാര്യം, മെയിൽസിന് കോമൺ യൂറിനോജനൈറ്റൽ ട്രാക്റ്റാണെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. അതുപോലെ ഫീമെയിൽസിന് അങ്ങനെയല്ല, സെപ്പറേറ്റ് ജനൈറ്റൽ ട്രാക്റ്റും സെപ്പറേറ്റ് യൂറിനറി ട്രാക്റ്റുമാണ്. ഇനി ആൻസർ നമുക്കൊന്ന് വായിച്ചു നോക്കാം. നോ, ഐ ആം നോട്ട് എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. മെയിൽസ് ഹാവ് കോമൺ യൂറിനോജനൈറ്റൽ ട്രാക്ട് ബട്ട് ഫീമെയിൽസ് ഹാവ് സെപ്പറേറ്റ് യൂറിനറി ട്രാക്ട് ആൻഡ് ജനൈറ്റൽ ട്രാക്ട് വിച്ച് ഓപ്പൺസ് ത്രൂ യൂറിനറി മിയാറ്റസ് ആൻഡ് വജൈന റെസ്പെക്റ്റീവ്ലി. ജനൈറ്റൽ ട്രാക്ട് വജൈനയിലൂടെയും ഓപ്പൺ ചെയ്യും, എന്നാൽ യൂറിനറി ട്രാക്ട് യൂറിനറി മിയാറ്റസ് എന്ന് പറയുന്ന വജൈനയ്ക്ക് തൊട്ട് മുകളിലുള്ള ഒരു സുഷിരത്തിൽ കൂടിയും ഓപ്പൺ ചെയ്യും. അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഗ്ലാൻഡ് പ്രസൻറ്റ് ഇൻ ഫീമെയിൽ വിച്ച് ഹാസ് എ റോൾ സിമിലർ ടു കൗപ്പേഴ്സ് ഗ്ലാൻഡ് ഓഫ് മെയിൽ. അതായത് മെയിൽസിൽ കാണപ്പെടുന്ന കൗപ്പേഴ്സ് ഗ്ലാൻഡിന് ഓട് സാദൃശ്യമുള്ള ഫങ്ഷൻ കാണിക്കുന്ന ഏത് ഗ്ലാൻഡാണ് ഫീമെയിലിനുള്ളത്? അതിൻ്റെ ആൻസർ ഇതാണ്, ബാർത്തോളിൻസ് ഗ്ലാൻഡ്സ് ഫൗണ്ട് ഇൻസൈഡ് ദ വജൈന. വജൈനയ്ക്കുള്ളിൽ കാണപ്പെടുന്ന ചെറിയ ചെറിയ ഗ്ലാൻഡ്സിനെ വിളിക്കുന്ന പേരാണ് ബാർത്തോളിൻസ് ഗ്ലാൻഡ്. ബോത്ത് ബാർത്തോളിൻ ഗ്ലാൻഡ്സ് ആൻഡ് കൗപ്പേഴ്സ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ലൂബ്രിക്കൻറ്റ്. ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കൗപ്പേഴ്സ് ഗ്ലാൻഡിൻ്റെ ജോലി ലൂബ്രിക്കൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ വജൈനയ്ക്കുള്ളിൽ ബാർത്തോളിൻസ് ഗ്ലാൻഡിൻ്റെ ജോലിയും ഇത് തന്നെയാണ്, ലൂബ്രിക്കൻറ്റ്സ് പ്രൊഡക്ഷൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.